ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇലക്ഷൻ കമ്മീഷന്റെ എന്യൂമറേഷൻ ഫോം BLOമാര് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇതിപ്പോൾ നിലവിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടല്ല, 2026 വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ 2 രീതിയിലാണ് ചെയ്യേണ്ടത്. ഒന്ന്, 2002 ഒരു SIR പട്ടിക വന്നിട്ടുണ്ടായിരുന്നു. ആ ഇലക്ഷൻ വോട്ടർ പട്ടികന്റെ ഒരു SIR പട്ടിക ഉണ്ടായിരുന്നു. അപ്പോൾ ആ SIR പട്ടികയിൽ പേര് ഉള്ളവരും പേരില്ലാത്തവരും 2 രീതിയിലാണ് ചെയ്യേണ്ടത്. 2002 പട്ടിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറെ ഇങ്ങോട്ടേക്ക് ജനിച്ച ആൾക്കാരൊന്നും അതിലുണ്ടാവില്ല. അപ്പോൾ അവർ വേറെ രീതിയിലും അതിന് ആ പട്ടികയിൽ പേരുള്ള ആൾക്കാർ 2002 പട്ടികയിൽ പേരുള്ള ആൾക്കാർ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം കാണുന്ന ജനതീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, അതെല്ലാം എല്ലാവർക്കും സെയിമാണ്. ജനതീയതി DDMMY ആ ഫോമാക്കി തന്നെ എഴുതണം. 1/1/2002 ആണ് ജനതീയതിയിൽ 01/01/2002 എന്ന് തന്നെ എഴുതണം. ആധാർ നമ്പർ ഓപ്ഷണൽ എന്ന് കൊടുത്തത് അവിടെ ആധാർ നമ്പർ അല്ലാതെ നമുക്ക് 10ഓളം ഐഡികളും അലൗഡ് ആണ്. SSLC കൊടുക്കാം, ആധാർ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ കൊടുക്കാം. പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ പറ്റത്തില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഒഴികെ ബാക്കി രേഖകളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. രേഖ കൊടുക്കുമ്പോൾ നമ്മുടെ നെയിമും ഇനീഷ്യലും ഒക്കെ കറക്റ്റ് വരുന്ന രേഖ തന്നെ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഈ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ട് അവസാന SIRന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ SIR വോട്ടർ പട്ടിക 2002 ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവർ പൂരിപ്പിക്കേണ്ട ഏരിയയാണ് ഇത്. ഇനി ഈ 2002 SIR വോട്ടർ പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ പൂരിപ്പിക്കേണ്ട കോളമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. മുൻ കോളത്തിൽ അവസാന SIR പട്ടികയിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളുണ്ട്. ഇതിലിപ്പോൾ 2002 പട്ടികയുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഞാൻ ലിങ്ക് ആയി കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മണ്ഡലവും ഡിസ്ട്രിക്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് തലത്തിലുള്ള വോട്ടർ പട്ടിക ലഭ്യമാകുന്നതാണ്. അതിൽ നിന്ന് നമ്മുടെ പേരുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. അത് 2002 അതിനുശേഷമൊക്കെ ജനിച്ച ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ല. കാരണം 18 വയസ്സായ മാത്രമാണ് അപ്പോൾ വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവും. 2002 സമയത്ത് 18 വയസ്സ് പൂർത്തിയായ ആൾക്കാർ വോട്ട് ചെയ്ത ആൾക്കാർ മാത്രം നോക്കിയാൽ മതി. പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസാന SIR പട്ടികയിൽ പേരുള്ള വ്യക്തിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാദർ ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ 2002 മുന്നേ ജനിച്ച ആൾക്കാർ ആ പട്ടികയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പട്ടിക പ്രകാരം വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർ ഫസ്റ്റത്തെ ഇതിൽ ഫോട്ടോയുടെ പേര്, അവരുടെ പേര്, എപ്പിക് നമ്പർ നമുക്ക് ഈ BPLO കൊണ്ടുവന്ന് തരുന്ന നമ്മുടെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിന്റെ മുകളിൽ എപ്പിക് നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ വോട്ടർ ID നമ്പറാണ് എപ്പിക് നമ്പർ ചെയ്ത് ആ ഷീറ്റ് നോക്കിയത്. പിന്നെ ബന്ധുവിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാദർ ആണെങ്കിൽ ഫാദറിന്റെ നെയിം അതാണ്, അല്ലെങ്കിൽ ഫാദറിന്റെ മദറിന്റെ നെയിം. ബന്ധം വെച്ചാൽ ഫാദറാണ്, നമ്മുടെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫാദറിന്റെ വോട്ടറാണ് ചെയ്യുന്നതെങ്കിൽ പുള്ളിയുടെ അച്ഛന്റെ പേര്, അത് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെയ്ത്. പിന്നെ ജില്ല, സംസ്ഥാനത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറും ഭാഗ നമ്പറും ക്രമ നമ്പറും അത് BLOമാര് വീട്ടിൽ വരുമ്പോൾ അവരോട് ചോദിച്ചിട്ട് മാത്രം പൂരിപ്പിച്ചാൽ മതിയാവും. രണ്ടാമത്തെ കോളം കാണുന്നത് ഇവിടെ ഇത് SIR പട്ടിക 2002 ഉൾപ്പെടാത്ത വ്യക്തികളാണ്. ഇപ്പോൾ 2002 ശേഷം ജനിച്ചാലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ജനിച്ച് 18 വയസ്സ് പൂർത്തിയാകാത്തവരായിട്ടുള്ള ആൾക്കാർ ഈ 2002 പട്ടികയിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള കോളാണ് രണ്ടാമതായി കാണുന്നത്. ആ കോളത്തിൽ പേര് നൽകേണ്ടത് അവരുടെ വിവരങ്ങളല്ല, പകരം 2002 ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായില്ലേ, അവരിലാണ് നമ്മൾ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടത്. അവരായിട്ടാണ് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പേര് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2002 പെടാത്ത ഒരു കുട്ടി, ആ കുട്ടിയുടെ ഇപ്പോഴാണ് ആ കുട്ടിക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ വർഷത്തെ വോട്ടിംഗ് പട്ടികയിലാണ് അവർ വോട്ട് രേഖപ്പെടുത്തുന്നെങ്കിൽ 2002 പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അച്ഛന്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. പേര് അടുത്ത് എപ്പിക് നമ്പർ, അച്ഛന്റെ എപ്പിക് നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ബന്ധുവിന്റെ പേര് എന്ന് പറഞ്ഞാൽ ആ അച്ഛന്റെ ഒരു ബന്ധു ഉണ്ടാവല്ലോ, അപ്പോൾ അച്ഛന്റെ അമ്മ, അച്ഛന്റെ അച്ഛൻ, അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. ബന്ധുവിന്റെ പേര്, ബന്ധം അച്ഛന്റെ പേരാണ് കൊടുത്തെങ്കിൽ അച്ഛൻ ചെയ്ത്, അച്ഛന്റെ അമ്മയുടെ പേര് കൊടുത്തെങ്കിൽ അമ്മ ചെയ്ത്. ജില്ലയും സംസ്ഥാനത്തിന്റെ പേരും നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, പിന്നെ മണ്ഡലത്തിന്റെ നമ്പറും ഭാഗ നമ്പറും ക്രമ നമ്പറും BLOമാരോട് ചോദിച്ചിട്ട് എഴുതിയാൽ മതി. നിലവിലെ ഫോട്ടോ മുകളിൽ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫോം ഒരു പ്രാവശ്യം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ കോപ്പി എടുത്തിട്ട് നല്ലതായിരിക്കും. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റി തരുന്നതല്ല എന്ന് പറയുന്നത് കേട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഒരു വെട്ട് മാത്രം വെട്ടിയിട്ട് എഴുതണം, വെട്ടിക്കൊള്ളാൻ കണക്കരുത്. ഇത്രയൊക്കെയുള്ളൂ. ഇതിലിപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഭാഗത്ത് SIR പട്ടികയിൽ ബന്ധുവിന്റെ വിശദാംശങ്ങൾ കൊടുക്കുന്ന ആ ഭാഗമല്ലേ, 2002 പട്ടികയിൽ പെടാത്ത ആൾക്കാരുടെ ഭാഗം, അവിടെ കൊടുക്കുന്ന എപ്പിക് നമ്പർ BLOമാർ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതിന്റെ മുൻപിൽ കൊടുത്ത എപ്പിക് നമ്പർ എഴുതി വെക്കരുത്.